Hello dear students, welcome back. ഞാൻ MP ഫ്രം യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് +2 കൂടെ ഫസ്റ്റ് ചാൻസിൽ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ നിന്ന് JEE അഡ്വാൻസ് ക്രാക്ക് ചെയ്തിട്ടുള്ള ആഞ്ചലോസ്, അതുപോലെ തന്നെ ആഞ്ചലോസിന്റെ ഫാദർ ജിയോ സാറും ഇവിടെ എത്തിയിട്ടുണ്ട്. സോ +2 കൂടെ തന്നെ JEE അഡ്വാൻസ് പോലെയുള്ള ഇന്ത്യയിലെ വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ ആഞ്ചലോസ് എന്തൊക്കെയാണ് ചെയ്തത്, പബ്ലിക് സ്കൂളിലുള്ള സിസ്റ്റംസ് എങ്ങനെയാണ് ആഞ്ചലോസിനെ ഹെൽപ്പ് ചെയ്തത്, ആഞ്ചലോസിന്റെ സ്റ്റഡി മെത്തേഡ്സ് എന്തൊക്കെയായിരുന്നു, ഇനി എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആഞ്ചലോസിന്റെ അടുത്തും പാരന്റിന്റെ അടുത്തുനിന്നും ചോദിച്ചറിയാം. സോ ആഞ്ചലോസിന് വന്ന റാങ്ക് എത്രയാണ് വന്നിട്ടുള്ളത്? 15,000 റാങ്ക് വന്നിട്ടുള്ളത്. സോ അതിന് പോസിബിൾ ആയിട്ടുള്ള കോളേജുകളും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നില്ലേ? സോ IIT തന്നെ പോകാനാണ് വിചാരിച്ചിട്ടുള്ളത്. ഓക്കെ, ഏത് IIT ആയാലും പോകാം എന്നുള്ള രീതിയിൽ തന്നെയാണ്, അങ്ങനെ തന്നെയാണ്, കുഴപ്പമില്ല. ഓക്കെ, സോ എത്രയായിരുന്നു JEE മെയിൻസിന്റെ പെർസെന്റേജ് വന്നത്? 99.15. ഫസ്റ്റ് സെഷനിൽ 98.73. അപ്പൊ അത് റൈസ് ചെയ്തു, 99.15 റൈസ് ചെയ്തു. ഓക്കെ, അഡ്വാൻസിന് ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് വരും എന്നുള്ളൊരു കണക്കൂട്ടൽ ഉണ്ടായിരുന്നോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ മാർക്കൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞ വർഷത്തായിട്ട് കമ്പയർ ചെയ്തുള്ള സമയം. ഓക്കെ, ഇപ്രാവശ്യം കുറച്ചധികം കട്ട് ഓഫ് റേഞ്ച് അല്ലെങ്കിൽ മാർക്കിന്റെ റേഞ്ച് കുറച്ച് കൂടിയിട്ടുണ്ട്. റാങ്കും റേഞ്ചും തമ്മിലുള്ള, അല്ലെങ്കിൽ മാർക്കും റാങ്കും തമ്മിലുള്ള കമ്പാരിസൺ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. JEE മെയിൻസ് ഫസ്റ്റ് സെഷൻ ഇപ്പൊ ജനുവരിയിൽ കഴിഞ്ഞ ശേഷം പിന്നെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? അഡ്വാൻസിന് വേണ്ടി മാത്രമായിരുന്നു? അഡ്വാൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ഫസ്റ്റ് സെക്ഷൻ JEE മെയിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലുള്ള മുഴുവൻ സാധനങ്ങളും സോൾവ് ചെയ്തെടുത്തു. പിന്നെ അഡ്വാൻസിന് വേണ്ടി എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്തു ആ സമയത്ത്? ഇവിടുത്തെ എക്സാമുകളൊക്കെ എഴുതി. അതിനുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നില്ല? ഓക്കെ, കിട്ടുന്നൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തില്ലേ? ഏത് മുതലുള്ളത്? 2020, 21, 22, 23 ഒരു 4 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഏറെക്കുറെ. ഓക്കെ, +1 തുടങ്ങിയ സമയത്ത്, ഇപ്പോൾ പബ്ലിക് സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്ത സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ പബ്ലിക് സ്കൂളിലേക്ക് ജോയിൻ ചെയ്യാൻ തീരുമാനം എടുത്തത്? പബ്ലിക് സ്കൂളിൽ ജോയിൻ ചെയ്യുക, അതായത് ആദ്യമേ ഒരു JEE അല്ലെങ്കിൽ IIT പോലുള്ള സ്ഥാപനങ്ങൾ മനസ്സിലുണ്ടായിരുന്നോ ആഞ്ചലോസിന്? JEE എടുക്കണമെന്നുണ്ട്, പിന്നെ ഇവിടെ UPSC ചേർന്നതിന് ശേഷം അഡ്വാൻസും ആദ്യം ഒരു NIT പോലെ ആയിരുന്നെങ്കിൽ ഇവിടെ ചേർന്നതിന് ശേഷമാണ് നമുക്ക് കുഴപ്പമില്ല IIT നമുക്ക് നോക്കാം എന്നിട്ട് തീരുമാനത്തിൽ വന്നത്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ആദ്യമേ ഇപ്പോൾ 10th കഴിയുന്ന സമയത്ത് തന്നെ ഒരു പബ്ലിക് സ്കൂളിൽ ജോയിൻ ചെയ്യണം എന്നുള്ള കണക്കൂട്ടിലുണ്ടായിരുന്നു. സ്കോളർഷിപ്പ് ടെസ്റ്റ് ഒക്കെ എഴുതിയിരുന്നു? സ്കോളർഷിപ്പ് കിട്ടിയിരുന്ന? ഇല്ല, സ്കോളർഷിപ്പ് ഒന്നും കിട്ടിയില്ല. സോ സ്കോളർഷിപ്പ് കിട്ടുക എന്നുള്ളതൊന്നും JEE നമ്മൾ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതിനുള്ള മാനദണ്ഡമൊന്നുമില്ല. സോ നമ്മളെ 10th വരെയുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെയാണ് സ്കോളർഷിപ്പ് ടെസ്റ്റിൽ നമ്മൾ പരിഗണിക്കുന്നത്. ദാറ്റ്സ് ഓക്കെ. അപ്പോ അത് കഴിഞ്ഞ് +1 ഒന്ന് ജോയിൻ ചെയ്ത് തുടക്കത്തിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? തുടക്കത്തില് കുറച്ച് പഠിക്കാൻ പണിയുണ്ടായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, ഫിസിക്സ് ഒക്കെ വായിക്കുമ്പോൾ കുറച്ച് വായിക്കുന്ന ശീലം, അതായത് ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന ശീലം അതിന് മുന്നുണ്ട്. അതിന് ശേഷം +1 +2 വന്നപ്പോ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നത് എന്താ കൂടിയോ കുറഞ്ഞോ? കെമിസ്ട്രി വായിക്കുന്നത് കൂടി. ഓക്കെ, ഏതൊക്കെ എങ്ങനത്തെ ഭാഗങ്ങള്? ഓർഗാനിക്കും ഒക്കെ നന്നായിട്ട് വായിക്കല്. ഒരു പ്രാവശ്യം ഒരു ചാപ്റ്റർ ഒരു വട്ടേ വായിക്കുള്ളൂ, അതിൽ കൂടുതലൊന്നും വായിക്കില്ല. അത് എപ്പോഴാണ് വായിക്കുക? ആദ്യം ചാപ്റ്റർ എടുക്കുമ്പോഴാണോ വായിക്കുക, അതോ പഠിച്ചു കഴിഞ്ഞിട്ടാണോ വായിക്കുക? പഠിച്ചു കഴിഞ്ഞിട്ടാണ് വായിക്കുക. അത് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ള സ്റ്റുഡൻസ് എടുത്ത് അതാണ്. ഫിസിക്സിലും എങ്ങനെയാണ്? മോഡേൺ ഫിസിക്സ് മൊത്തം വായിച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്കി ചാപ്റ്റേഴ്സ് +1 ഫസ്റ്റ് കുറച്ച് ചാപ്റ്റേഴ്സ് വായിച്ചിട്ടുണ്ട്, പിന്നെ ഇല്ല വല്ലാണ്ട് വായിച്ചില്ല. ഓക്കെ, ഫിസിക്സിലും ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിക്കാൻ, ഇപ്പൊ മോഡേൺ ഫിസിക്സ് നമ്മൾ എന്തായാലും വായിക്കണം എന്ന് പറയും. ബാക്കിയുള്ള ചാപ്റ്ററുകൾ നിങ്ങൾക്ക് വായിക്കാം, നോ ഇഷ്യൂസ്, വായിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് മനസ്സിലാക്കി പഠിക്കാം എന്ന് വിചാരിക്കരുത്. പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് അത്യാവശ്യമൊക്കെ പഠിച്ച് നിങ്ങൾക്ക് കുഴപ്പമില്ല, ചാപ്റ്റർ അത്യാവശ്യമൊക്കെ അറിയാമെന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടും. അങ്ങനെയാണ് NCERT ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു രീതി. അത് വെച്ച് വായിച്ച് പഠിക്കാം എന്ന് വിചാരിച്ചാൽ പലപ്പോഴും നടക്കുന്ന കാര്യമല്ല. ജിയോ സാറും ഫിസിക്സ് അധ്യാപകനാണ്. സോ സാർക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു കാര്യത്തിൽ എന്താണ് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്? ഈ അഭിപ്രായം തന്നെയാണോ? സാർ പറഞ്ഞത് കറക്റ്റ് ആണ്. ആദ്യം ഒക്കെ വായിക്കുമ്പോൾ കുട്ടികൾക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരു പരിധി വരെ ഒരു പഠിച്ച ശേഷം വായിക്കുമ്പോൾ കൺസെപ്റ്റുകൾ ക്ലിയർ ആവാൻ, ഒരു വിഷ്വലൈസ് ചെയ്യാനൊക്കെ നല്ലതാണ്. എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. കാരണം ഞാൻ 10th വരെ മലയാളം മീഡിയം പഠിച്ചാണ്. അതിനുശേഷം +1 വന്ന് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഒരു പ്രാവശ്യം തുറന്നു നോക്കിയിട്ടുള്ളൂ. പിന്നെ അത് തുറന്നു നോക്കാൻ തോന്നില്ല. പിന്നെ 12th കഴിഞ്ഞ് ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ജോയിൻ ചെയ്തത്. സോ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം ചാപ്റ്ററിൽ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ വായിക്കുമ്പോൾ NCERT പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നു. NCERT അപ്പോഴേ തോന്നുള്ളൂ, അതുവരെ നമുക്ക് അത് തൊടാൻ പറ്റാത്തൊരു ബുക്കായിട്ടാണ് നിന്നിരുന്നത്. ഓക്കെ, സോ 11th തുടക്കം മുതലൊക്കെ തന്നെ JEE മെയിൻസിന്റെ അഡ്വാൻസിന്റെ പ്രോബ്ലംസ് തുടങ്ങിയിരുന്നോ?
അപ്പം ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്ത മെറ്റീരിയൽസിന്റെ ക്വസ്റ്റ്യൻസ് ബേസിക് സ്റ്റാർട്ടിംഗ് ലെവലിൽ നിന്നാണോ തുടങ്ങിയത് അതോ മെയിൻസ് ലെവൽ തന്നെ? ബേസിക് ക്വസ്റ്റ്യൻ. ബേസിക് ക്വസ്റ്റ്യൻസ്. എന്നിട്ട് ഇപ്പൊ ഏതൊരു സമയം മുതൽ മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കടന്നിട്ടുണ്ടാവും? +1 പകുതി കഴിഞ്ഞു. +1 പകുതി പകുതിന് ശേഷം മുതൽ മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ്. അഡ്വാൻസ് തുടങ്ങിയത് എപ്പോഴാണ് അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻസ്? പ്ലസ് ടു തുടക്കം മുതൽ അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ +2 വരുന്ന സമയത്ത് നമുക്ക് +1 കുറെ ഭാഗങ്ങൾ പെൻഡിങ് ഉള്ളത് ബാക്കി ഉണ്ടാവും. അതുപോലെ തന്നെ +2 ടോപ്പിക്സ് ഉണ്ട്, പിന്നെ ബോർഡ് എക്സാം ഉണ്ട്, അതുപോലെ തന്നെ അതിന് ലാബും പ്രാക്ടിക്കലും റെക്കോർഡും അങ്ങനത്തെ ഒരുപാട് വർക്കുകൾ വരുമ്പോ എങ്ങനെയാണ് അതൊക്കെ എല്ലാം കൂടെ മാനേജ് ചെയ്യുക? എൻട്രൻസിന് വേണ്ടിയാണ് പഠിച്ചിരുന്നത്. ഫോക്കസ് അത് തന്നെയായിരുന്നു. ഓക്കെ, പിന്നെ ബോർഡ് എക്സാം വരുമ്പോ ഒരാഴ്ച ലാബ്, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാംസ്, റെക്കോർഡ് വരയ്ക്കൽ, ഇതൊക്കെ അതിന്റെ കൂടെ കഴിഞ്ഞു പോയി. അതൊക്കെ അതെന്നുവെച്ചാൽ അധികം സമയം എടുക്കാതെ ചെയ്ത് തീർത്തു എന്നാണ് ഉദ്ദേശിച്ചത്. അധികം ഓവർ സമയം അതിനു വേണ്ടി കളയാതെ ബെയർ മിനിമം ആണോ? അങ്ങനെയാണോ? അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ചെയ്തു, അങ്ങനെ തന്നെയാണ്. ഓക്കെ, നമ്മൾ സ്റ്റുഡൻസിന് അടുത്ത് പറയാറുള്ള ആ കാര്യം തന്നെയാണ്. അതായത് ബോർഡ് എക്സാം ഇപ്പൊ നിങ്ങൾ ഒരു ജെഇ മെയിൻസിന്, അഡ്വാൻസിനോ, നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ബോർഡ് എക്സാം എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കടന്നു പോകും. ബട്ട് അതിന്റെ കൂടെ വരുന്ന എക്സ്ട്രാ ആയിട്ടുള്ള വർക്കുകൾ, ലാബ് എക്സാം വേണ്ടി പ്രാക്ടിക്കൽ, അതുപോലെ തന്നെ റെക്കോർഡുകളൊക്കെ, അതിലൊക്കെ എന്താണോ മിനിമം, ബെയർ മിനിമം എന്താണോ വേണ്ടത് ആ കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുക. അതൊരു വലിയ ബുദ്ധിമുട്ടില്ലാതെ അതിനധികം സമയം കളയാതിരിക്കുക. കാരണം ഫോക്കസ് എപ്പോഴും എൻട്രൻസ് തന്നെ ആയിരിക്കണം. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് സെഷൻ കഴിഞ്ഞതോടുകൂടി പിന്നെ അഡ്വാൻസിന്റെ പ്രോബ്ലംസിലേക്ക് കടന്നു. ഓക്കെ, ഇനിയിപ്പോ എവിടെ പോകണമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? IIT തന്നെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഓക്കെ, ഏതെങ്കിലും പ്രത്യേക ഡിപ്പാർട്ട്മെന്റുകൾ പ്രിഫർ ചെയ്യുന്നുണ്ടോ? ഇല്ല, അങ്ങനെ പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഒന്നും പ്രിഫർ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഓനെ പബ്ലിക് സ്കൂളിൽ ജോയിൻ ചെയ്യിച്ചു, അല്ലെങ്കിൽ ഇത് ഒരു +2 കൂടെ തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, ഇങ്ങനെ തന്നെയാണ്, ഈ രീതിയിലൊക്കെ തന്നെയായിരുന്നു മനസ്സിൽ കണ്ടിരുന്നത്. അതെ, ആണ്. ഓക്കെ, ഫൈൻ. ഏതായാലും ആഞ്ചലോസിന് നല്ലൊരു കോളേജിൽ ജോയിൻ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ ലിസണിങ്.